എനിക്കായി തൻ ജീവനൊരുവൻ നഷ്ടമാക്കുകിലോ അതു നിത്യമായി നേടുമെന്നും വിശ്വസിച്ചിടാം. ദാനമായി ലഭിച്ച വിശ്വാസത്തെ ദൈവ പദ്ധതിക്ക് വേണ്ടി ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. കപടനാട്യക്കാരായ നിയമജ്ഞർക്കും ഫരിസേയർക്കും എതിരെ ഉള്ള കർത്താവിൻ്റെ പ്രഭാഷണമാണ്. നിങ്ങൾക്ക് ദുരിതം എന്ന് കർത്താവായ യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ 3 തവണ പറയുന്നുണ്ട്. ഈ പ്രഭാഷണത്തിൽ, ഈ അധ്യായത്തിൽ 7 ദുരിതങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. 3 ദുരിതങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ദുരിതം കർത്താവായ യേശുനാഥൻ നിയമജ്ഞരിലും ഫരിസേയരിലും കണ്ട കപടതയാണ്. അവർ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും അതിനുവേണ്ടി ജ്ഞാനം ആർജിച്ചവരും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ നിയോഗിക്കപ്പെട്ടവരുമായിരുന്നു. എങ്കിൽ അവരുടെ ദൗത്യങ്ങളിൽ യഥാർത്ഥമായ സ്നേഹമോ സത്യസന്ധതയോ ദൈവബന്ധമോ ദാഹമോ ക്രിസ്തു കണ്ടില്ല. കർത്താവ് കണ്ട ഒന്നാമത്തെ കാര്യം അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരംഗമായിരുന്നു. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയുള്ള അവരുടെ ഭക്തിയും അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലം എന്നത് കർത്താവ് പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ച് കളയുന്നു എന്ന്. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യം തുറക്കപ്പെടുവാൻ നീ ഈ 3 തലങ്ങളിലും ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയോടും നീതിയോടും ആത്മാർത്ഥതയോടും കൂടി നിന്റെ വിശ്വാസ ജീവിതം ജീവിക്കേണ്ടതുണ്ട് എന്ന് സാരം. കർത്താവായ യേശുനാഥന് ഫരിസേയന്മാരോടും നിയമജ്ഞരോടും പറയുവാനുണ്ടായിരുന്നത്, നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ സ്വർഗം തുറക്കുന്ന താക്കോൽ ദൈവം ഏൽപ്പിച്ചു. പക്ഷേ നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ പ്രവേശിക്കുവാൻ നിങ്ങൾ അനുവദിക്കുന്നുമില്ല എന്നതാണ്. രണ്ടാമത്തെ ദുരിതം, നിങ്ങൾ മതത്തിൽ ആളെ ചേർക്കുവാൻ വേണ്ടി കറങ്ങി നടക്കുന്നു. എന്നാൽ അവർ ചേർന്ന് കഴിയുമ്പോൾ ദൈവത്തെ നിങ്ങൾ നൽകുന്നില്ല എന്ന്. ഒന്നാമതായി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തും, തൻ്റെ രാജ്യത്തിലെ നീതി മറ്റുള്ളവരെ സേവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് എന്ന്. കർത്താവായ യേശുനാഥൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ ഏറ്റവും വലിയ കാരണമായി കാണുന്നത് ദൈവത്തോടുള്ള സ്നേഹമാകണം എന്നാണ്. ഇവിടെ ഫരിസേയരും നിയമജ്ഞരും അവരുടെ മതത്തിലേക്ക് ജനത്തെ ചേർക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അഭിലാഷങ്ങളും നടത്തുവാൻ വേണ്ടിയാണ് അവരെ ചേർക്കുന്നത്. പക്ഷെ അവർക്ക് ദൈവത്തെ നൽകുന്നില്ല, സ്വർഗരാജ്യത്തെ തുറന്നു കൊടുക്കുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ യേശുവിലേക്ക് കടന്നു വരുവാൻ അവർ തടസ്സമായി, ബന്ധനമായി നിലകൊള്ളുകയാണ്. അവർ മതപരിവർത്തനം നടത്തുവാൻ ഓടുമ്പോഴും ദൈവത്തെ കാണാതെ പോകുന്നു എന്നതാണ് ഈ കഷ്ടത്തിൻ്റെ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. അവർ ആചാരപരമായ ശുദ്ധീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. യഥാർത്ഥ മോക്ഷത്തെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ മോക്ഷം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ അനുദിനമുള്ള വിശ്വാസ ജീവിതത്തിലും വിശ്വാസത്തിനെതിരെ സംസാരിച്ച് വരുന്നവരുടെ വാക്കുകൾ കേട്ട് നാമും പലപ്പോഴും ഇറങ്ങിപ്പോകാറുണ്ട്. യഥാർത്ഥ വിശ്വാസ സത്യങ്ങളിൽ നിന്നൊക്കെ മാറുകയും മാറ്റുകയും ചെയ്യുക എന്നതല്ല പ്രധാനം, നീ ജീവിക്കുന്ന യഥാർത്ഥ സത്യത്തെ ബോധ്യപ്പെടുക എന്നതാണ്. മൂന്നാമത്തെ ദുരിതം, മൂല്യമുള്ളത് കാണാതിരിക്കുകയും നിസ്സാരമായതിനെ പർവ്വതീകരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ്. ആണയിടുന്നത് കുഴപ്പമില്ല എന്ന് അവർ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയും, ആണ ഇടുകയേ അരുത്. ആണ എന്നത് നിന്റെ മുന്നിലുള്ള, നിന്നെ കാണുന്ന, നീ കാണുന്ന ദൈവത്തെ കാണാതെ പോകുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്. ആണ എന്നത് ദൈവത്തെക്കാളും അധികമായി മറ്റെന്തിനെയോ നീ വിശ്വസിക്കുന്നതാണ്. ആണ എന്നത് ദൈവത്തിന് മാത്രം ഉള്ളതിനെ നിന്റേതെന്നു കരുതി നീ അവകാശം സ്ഥാപിക്കുന്നതാണ്. നീ നൽകുന്നതല്ല വലുത്, നീ നൽകുന്നതിനെ വലുതാക്കുന്ന ദൈവമാണ് വലുത്. അഥവാ നീ നൽകുന്നതിനെ നിനക്കു നൽകിയ ദൈവമാണ് വലുത്.
ഇതാണ് ആണ ഇടുന്നതിനെതിരെ ക്രിസ്തു പറയുന്ന ഏറ്റവും വലിയ സത്യം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വിശ്വാസത്തെ ദൈവോന്മുഖമായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ? ഒരുവനെന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുകിൽ തന്നെ പൂർണ്ണമായി സംത്യജിച്ചു ശൂന്യനായിടണം. ഒരുവനെന്നെ അനുഗമിക്കാൻ അഭിലഷിച്ചിടുകിൽ തന്നെ പൂർണ്ണമായി സംത്യജിച്ചു ശൂന്യനായിടണം. അനുദിനം തൻ കുരിശെടുത്തതിമോദമോടെ ഞാൻ നടന്നോരാ വഴിയിലെന്നെ പിൻഗമിച്ചിടണം. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയായി? ജീവനെ പരിരക്ഷ ചെയ്യാൻ ആഗ്രഹിച്ചിടുകിൽ അതു നിത്യമായി നഷ്ടമായിടുമെന്നു കരുതിടുവിൻ. ജീവനെ പരിരക്ഷ ചെയ്യാൻ ആഗ്രഹിച്ചിടുകിൽ അതു നിത്യമായി നഷ്ടമായിടുമെന്നു കരുതിടുവിൻ. എനിക്കായി തൻ ജീവനൊരുവൻ നഷ്ടമാക്കുകിലോ അതു നിത്യമായി നേടുമെന്നും വിശ്വസിച്ചിടാം. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാൽ എന്തു നേടും? ആത്മാവിനു പകരമായി എന്തു നൽകും നീ? ഈ ലോക സമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ വിലയാ?